ഈ പുലിയാക്രമണം ഉണ്ടായിരിക്കുന്ന പന്തല്ലൂരിലാണ്, ഗൂഡല്ലൂർ പന്തല്ലൂരിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ റോഡ് ഉപരോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വയനാട് ഗൂഡല്ലൂർ പാതയാണ് നാട്ടുകാർ ഉപരോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രദേശത്ത് പന്തല്ലൂർ ഒപ്പം തന്നെ ഗൂഡല്ലൂർ ഈ താലൂക്കുകൾ കേന്ദ്രീകരിച്ച് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. DMK ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഈ ഹർത്താലിന് പിന്തുണയും നൽകിയിട്ടുണ്ട്. ഇന്ന് 6 മണി മുതൽ തന്നെ ഇവിടെ സമരം സജീവമായി. ഇന്നലെ വൈകുന്നേരമാണ് ഒരു 3 വയസ്സുകാരി കുട്ടിയെ ഈ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനെ തുടർന്ന് നാട്ടുകാർ മണിക്കൂറുകളായി ഗതാഗതം തടഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ പുലിയെ വെടിവെച്ച് കൊല്ലുന്നത് വരെ സമരം തുടരുമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. നിലവിൽ ഈ മരിച്ചിരിക്കുന്ന കുട്ടിയുടെ മൃതദേഹമുള്ളത് ഈ ഗൂഡല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിലാണ്. ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല. പുലിയെ പിടികൂടി കഴിഞ്ഞാൽ മാത്രമേ പോസ്റ്റ്മോർട്ടം അനുവദിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ നാട്ടുകാർ പ്രധാനമായും പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ നിലവിൽ വനംവകുപ്പും സജീവമായ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഒരു 100 അംഗ ടീമാണ് ഇതിനായി തിരച്ചിൽ നടത്തുന്നത്. RRT ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇതിനായി തിരച്ചിൽ നടത്തുന്നുണ്ട്. നിലവിൽ 6 കൂടുകൾ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ ആനകൾക്ക് ഈ പുലിക്കായി തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടി കുങ്കി ആനയെയും പ്രദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ചില നാട്ടുകാർ നമ്മോടൊപ്പം ചേരുകയാണ്. ഏതാണ്ട് എത്ര ആളുകളെയാണ്, 6ഓളം ആളുകൾ ആക്രമിച്ചു കഴിഞ്ഞല്ലേ? ഇത് പറയുകയാണെങ്കിൽ ചേരമ്പാടി തൊട്ട് നമ്മളെ ഈ പന്തലൂർ താലൂക്കിൽ തന്നെ ചുരുങ്ങിയത് ഒരു 60 ആളുണ്ടാവും. ആനയായിട്ടും കരടിയായിട്ടും പുള്ളിപ്പുളിയായിട്ടും പിന്നെ പാമ്പായിട്ടും ഇങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ ഇത് ഭയങ്കര കൊടൂരായിപ്പോയി. ഇതൊരു കുഞ്ഞുകുട്ടികൾ ഒന്നല്ല, ഇതിപ്പോൾ 4ാമത്തെ കുഞ്ഞുകുട്ടിയാണ്. അതുമല്ലാതെ ഇന്നലെ ഞങ്ങളിവിടെ സമരം നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ 5:30 മണിക്ക് ഇവിടെ പടച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പെണ്ണിനെ കയറി വിടും. അവളെ കയ്യിൽ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് ഉള്ളത് കൊണ്ട് അവൾ കഴിച്ചിലായി, ഇല്ലെങ്കിൽ അവളും ഈ സ്ഥിതിയിലായിരുന്നു. ഈ വനംവകുപ്പൊക്കെ തെരച്ചിൽ നടത്തുന്നില്ല? വനവകുപ്പ് വരുന്നുണ്ട്. പിന്നെ ഞമ്മ എന്താ പറയുക, അവർ വന്ന് ഇങ്ങനെ കാണും, പോവും, സമാധാനം പറയും. പിന്നെ കുറേ പറയും ഞങ്ങൾ കുറേ ആനകളെ കൊണ്ടുവരും, ഞാൻ ഇപ്പം ശരിയാക്കി തരാറി. പിന്നെ തോക്കെടുത്തിട്ട് വരും. ഇവിടെ എല്ലാവർക്കും കുറച്ചാൾക്ക് തോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോക്കാണ് എന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ ആ തോക്കിലിടുന്ന ഉണ്ട ഏതാണെന്നറിയില്ല. പ്ലാസ്റ്റിക് ഉണ്ടല്ലേ, ആ ഉണ്ട ഇട്ടിട്ട് ആണ്ട് അടിക്കും. അത് ചാവുമോ? ഇത് എൻ്റെ കണ്ണിന് മുമ്പിൽ നടന്നതാണ്. ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്ന് ലത്തിച്ചാർജ് ചെയ്തു. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും അടി കിട്ടാൻ വയ്യല്ലോ, നമ്മൾ തല്ലുകൊള്ളാൻ നാട്ടിൽ നല്ലത് ചെയ്യാൻ പോയിട്ട് തല്ലുകൊള്ളാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് 2 കിട്ടി ഈ വളവിൽ തന്നെ. എന്നിട്ട് ഞാൻ പോയി, ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കായിരുന്നു. പാർട്ടിക്കാർ വരും. ഇന്നലെ ഈ കുട്ടിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് മുതൽ തുടങ്ങിയ സമരമാണോ? ഇന്നലെ സംഭവം നടന്നത് 5 മണിക്കാണ്, കൃത്യം 5 മണിക്കാണ്. സമരം തുടങ്ങിയത് 5:15 തുടങ്ങിയതാണ്. ആ ഇരുത്താണ് ഈ നേരം വരെ ഇവിടുന്ന് ഒരാളും അണങ്ങിയിട്ടില്ല. ഇത് ഇവിടെ മാത്രമല്ല, ചേരമ്പാടി, കുളപ്പള്ളി, താളൂർ, ഗൂഡല്ലൂർ, ഇന്നൊക്കെ ഗൂഡല്ലൂർ ഫുള്ളായിട്ടുണ്ട്. ഇതിന് നമ്മുടെ ആവശ്യം ഈ പുലിയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണോ? പുലിനെ വെടിവെച്ച് കൊല്ലണമല്ലോ, കൊന്നാലല്ലേ ഇപ്പോൾ ഈ മക്കൾക്ക്. ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു കുഞ്ഞായി, നാളെ ഏത് കുഞ്ഞ് നടക്കില്ല എന്ന് എന്താ സംഭവം, എന്താ ഉറപ്പ്? ഇത് പാർട്ടീനെ വെച്ചിട്ട് ഇത് നടത്തുന്നില്ല. ഇത് ഞങ്ങൾ ജനങ്ങളായിട്ട് ഇവിടെ എല്ലാം മനുഷ്യന്മാരായിട്ട് ഒരു അമ്മയും പെങ്ങളും മകളായിട്ട് ഞങ്ങളെ മക്കളെ വളർത്തി പോകണം. ഒന്നാമത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഈ നീലഗിരിയിൽ ശരിയില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ അവർ വരും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാർ ഒന്നിച്ച് കൂടി കഴിഞ്ഞാൽ ലത്തിച്ചാർജല്ല. നമ്മൾ നേരെ തോക്കിന് വെടിവെക്കുമ്പോൾ ഉണ്ടുണ്ടാവും, പുളിക്ക് നേരെ ആനക്ക് നേരെ ഉണ്ടുണ്ടാവില്ല. അത് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടാവുള്ളൂ. ഓക്കെ, SKN ഏതായാലും ഇവരുടെ ഒരു പ്രതിഷേധവും ഒപ്പം തന്നെ ഇവരുടെ വിഷമവുമാണ് ഇവർ പങ്കുവെക്കുന്നത്. കാരണം വർഷങ്ങളായി ഇവരുടെ ഒരു പ്രശ്നമാണ് ഈ വന്യമൃഗശല്യം എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും രൂക്ഷമായൊരു സാഹചര്യമായിരുന്നു ഇന്നലെ ഇവിടെ ഉണ്ടായതും അതിനെ തുടർന്നുള്ള സമരവുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗൂഡല്ലൂർ MLA അല്പസമയത്തിനകം ഇങ്ങോട്ട് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സമരം തുടരുകയാണ്. SKN ഈ പുലിയെ വെടിവെച്ച് കൊല്ലാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ഈ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ പുലിയെ പിടികൂടണമെന്നുള്ളതുമാണ് നാട്ടുകാർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.